Hi friends, welcome back to MeenusTasteofhome. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പരിപ്പ് കറി. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പരിപ്പ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയറിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറണം, അതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാകണം. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുപയറിൽ ചൂട് നിൽക്കണം, അതുപോലെ റോസ്റ്റ് ആവുകയും വേണം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സറിൻ്റെ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് 3-4 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ ഈ ചെറുപയറിൻ്റെ തൊലി നമുക്ക് ഇതിൽ നിന്നങ്ങ് വിട്ടുകിട്ടും. ഇനി ജാറിൽ നിന്ന് ഇത് പകർത്താം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചെറുപയർ നമുക്ക് നന്നായിട്ടൊന്ന് പാറ്റി കൊടുക്കാം. ഇങ്ങനെ പാറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി ഒരു സൈഡിലേക്കൊന്ന് നീങ്ങിക്കിട്ടും. അതിനെ എടുത്ത് നമുക്ക് കളയാം. ഇങ്ങനെയാണ് ചെറുപയറിൻ്റെ തൊലി നീക്കം ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് വാഷ് ചെയ്യുന്ന സമയത്തും ചെറുപയറിൻ്റെ തൊലി നമുക്ക് മാറിക്കിട്ടും. അതിനുശേഷം നമുക്കൊരു സ്ട്രെയിനറിലൂടെ ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഡ്രെയിൻ ചെയ്തിട്ടുള്ള ചെറുപയർ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് പകർത്താം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ചെറുപയർ വേവുന്നതിനായിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലുമാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ചെറുപയർ വേവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ട തേങ്ങാക്കൂട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 2 വെളുത്തുള്ളി, എരിവുള്ള 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കറിവേപ്പില ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇപ്പോൾ പരിപ്പ് കറിക്ക് വേണ്ട തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിപ്പോൾ മാറ്റി വയ്ക്കാം. അതുപോലെ ചെറുപയറും ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ്ലി ഇതിൻ്റെ പ്രഷർ റിലീസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറൊക്കെ റിലീസായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറുപയർ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. വേവിച്ചിട്ടുള്ള ചെറുപയർ ഞാനിപ്പോൾ ഒരു സോസ് പാനിലേക്ക് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം. ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് കറിക്ക് വേണ്ട ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
പരിപ്പ് കറി ഒത്തിരി നേരം തിളയ്ക്കാൻ പാടില്ല. ചേർത്തിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൂട്ടിൻ്റെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസിലൊക്കെ ചെറുതായിട്ടൊന്ന് തിള വരുന്നത് കാണാം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിള വന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതിയാവും. ഇനി ഇത് താളിക്കുന്നതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. പരിപ്പ് കറിക്ക് നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതലും സ്വാദ്. അപ്പോൾ അതിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ നെയ്യിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇത് പരിപ്പ് കറിയിലേക്ക് താളിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ സദ്യ സ്റ്റൈൽ പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പരിപ്പ് കറി ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കട്ടി വയ്ക്കും. അപ്പോൾ ചെമ്പ ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.